നാരായണ. എല്ലാവർക്കും ഇന്നത്തെ നാരായണീയ പഠനത്തിലേക്ക് സ്വാഗതം. അതുപോലെ നമുക്ക് പ്രാർത്ഥനയിൽ ആരംഭിക്കാം. ശംഖചക്രം സകിരീടകുണ്ടലം സപീതവസ്ത്രം സരസീരുഹേക്ഷണം സഹാക്ഷസ്ഥലം കൗസ്തുഭശ്രിതം നമാമി വിഷ്ണും ശിരസാ ചതുർഭുജം നമാമി വിഷ്ണും നമാമി വിഷ്ണും നമാമി വിഷ്ണും ശിരസാ ചതുർഭുജം. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഒരു ദശകം എത്തിയിരുന്നു. അപ്പം നമ്മൾ രണ്ടാം ദശകത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ നമുക്ക് കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പോലെ നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഒന്നാം ദശകത്തിലെ എല്ലാ ശ്ലോകങ്ങളും പാരായണം ചെയ്യാം. ശ്രീമതി രമാദേവി തമ്പുരാട്ടി അത് ചൊല്ലുന്നതാണ്. എല്ലാവർക്കും മ്യൂട്ടിൽ വെച്ച് അത് കേട്ടുകൊണ്ട് ചൊല്ലാം. അപ്പം എല്ലാവർക്കും കൂടെ ഒരുമിച്ച് എല്ലാ ശ്ലോകങ്ങളും ഒന്ന് ചൊല്ലിയിട്ട് നമുക്ക് ഇന്നത്തെ രണ്ടാം ദശകത്തിലേക്ക് കിടക്കാം. സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവദ്ഭാതി സാക്ഷാത് ഗുരുഭവനപുരേ കന്ദഭാഗ്യം ജനാനാം. ഏവം ദുർലഭ്യവസ്തുന്യപി സുലഭതയാ ഹസ്തലബ്ധേയദന്യത് തന്വാ വാചാ ധിയാ വാ ഭജതി ബദജന ക്ഷുദ്രദൈവ സ്ഫുടേയം. ഏതേതാവദ്വയന്തു സ്ഥിരതരമനസാ വിശ്വപീഡാപഹത്यै നിശേഷാത്മാനമേനം ഗുരുഭവനപുരാധീശമേവാശ്രയാമ. സത്വം യത്തത്പരാഭ്യാം അപരികലനതോ നിർമ്മലം തേന താവത് ഭൂതൈർഭൂതേന്ദ്രിയൈസ്തേ വപുരിതി ബഹുശ്രൂയതേ വ്യാസവാക്യം. തൽസ്വച്ഛത്വാദച്ചാദിതപരസുഖചിദ്ഗർഭനിർഭാസരൂപം തസ്മിൻ ധന്യാരമന്ദേ ശ്രുതിമതിമധുരേ സുഗ്രഹേ വിഗ്രഹേ തേ. നിഷ്കമ്പേ നിത്യപൂർണേ നിരവധി പരമാനന്ദ പീയൂഷരൂപേ നിർലീനാനേകമുക്താവലി സുഭഗതമേ നിർമ്മല ബ്രഹ്മസിന്ധൗ. കല്ലോല്ലോല്ലാസതുല്യം ഖലു വിമലതരം സത്വമാഹുസ്തദാത്മാ കസ്മാന്നോ നിഷ്കളസ്ത്വം സകളൈതി വചസ്ത്വൽക്കലാസ്വേവ ഭൂമൻ. നിർവ്യാപാരോപി നിഷ്കാരണമജ ഭജസേ യത്ക്രിയാമീക്ഷണാഖ്യാം തേനൈവോദേതി ലീനാ പ്രകൃതിരസതി കൽപ്പാപി കൽപ്പാദികാലേ. തസ്യാസം ശുദ്ധമംശം തമപി തമതിരോധായകം സത്വരൂപം സത്വം ധൃത്വാ ദധാസി സ്വമഹിമ വിഭവാ കുണ്ഠവൈകുണ്ഠരൂപം. തത്തേ പ്രത്യഗ്രധാരാധരലളിതകളായാവലീകേളികാരം ലാവണ്യസൈകസാരം സുഹൃതിജനദൃശാം പൂർണ്ണപുണ്യാവതാരം. ലക്ഷ്മീ നിശങ്കലീലാ നിലയനമൃതസ്യന്ദ സന്തോഹമന്ദ സിഞ്ചത് സഞ്ചിന്തകാനാം വപുരനുകലയേ മാരുതാകാരനാഥ. കഷ്ടാദേ സൃഷ്ടിചേഷ്ട ബഹുതര ഭവഖേദാവഹാ ജീവഭാജാം ഇത്യേവം പൂർവമാലോചിതമജിതമയാ നൈവ മദ്യാഭിജാനേ. നോ ചേജ്ജീവാ കഥം വാ മധുരതരമിദം ത്വദ്വപുച്ഛിദ്രസാർദ്രം നേത്രൈः ശ്രോത്രൈശ്ച പീത്വാ പരമരസസുധാംഭോധിപൂരേ രമേരൻ.
നമ്രാണാം സന്നിധൽസേ സതതമപി പുരസ്തൈരനഭ്യർത്ഥിതാനഭ്യർത്ഥാൻ കാമാനജസ്രം വിതരസി പരമാനന്ദ സാന്ദ്രാം ഗതിം ച ഇത്തം നിശേഷലഭ്യോ നിരവധിക ഫല പാരിജാതോ ഹരേ ത്വം ക്ഷുദ്രം തം ശക്രവാടീദ്രുമം അഭിലഷതി വ്യർത്ഥമർത്ഥിവ്രജോയം കാരുണ്യാത് കാമമന്യം ദദതി ഖലു പരേ സ്വാത്മതസ്ത്വം വിശേഷാത് ഐശ്വര്യാദീശദേന്യേ ജഗതി പരജനേ സ്വാത്മനോപീശ്വരസ്ത്വം ത്വയ്യുച്ചൈരാരമന്തി പ്രതിപദമധുരേ ചേതനാസ്ഫീതഭാഗ്യാം ത്വഞ്ചാത്മാ രാമയേവേത്യതുലഗുണഗണാധാരശൗരേ നമസ്തേ ഐശ്വര്യം ശങ്കരാദീശ്വര വിനിയമനം വിശ്വതേജോഹരാണാം തേജസ്സംഹാരി വീര്യം വിമലമവിയശോ നിസ്പൃഹൈശ്ചോപഗീതം അംഗാസംഗാ സദാ ശ്രീരഖില വിദസിന ക്വാപി തേ സംഗവാർത്താം തദ്വാദാകാരവാസിൻ മുരഹര ഭഗവത് ശബ്ദമുഖ്യാശ്രയോസി. ആദ്യത്തെ ശ്ലോകത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് കഴിഞ്ഞ ദശകത്തിലെ 10 ശ്ലോകങ്ങളുടെ വളരെ സംക്ഷേപിച്ച അർത്ഥം പറഞ്ഞിട്ട് മുന്നോട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. ഒന്നാമത്തെ ശ്ലോകത്തിൽ ഈശ്വരൻ എന്ന് പറയുന്നത് സാന്ദ്രാനന്ദാവബോധമാണ്. അത് മറ്റൊന്നിനോടും ഉപമിക്കുവാൻ പറ്റുകയില്ല. എല്ലാത്തിൽ നിന്നും മുക്തമാണ്. അത് പരമപുരുഷാർത്ഥമായ മോക്ഷം നൽകുന്നതാണ്. ഈ ബ്രഹ്മതത്വം ഗുരുഭവനപുരത്തിൽ ഗുരുവായൂരിൽ ഉണ്ട് എന്നത് ഭക്തജനങ്ങൾക്ക് ഭാഗ്യമാണ്. രണ്ടാമത്തെ ശ്ലോകത്തിൽ ഇപ്രകാരം ദുർലഭമായിരിക്കുന്ന വസ്തു എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തിന് വസ്തു എന്ന് പറയാറുണ്ട്. നമുക്ക് ഹസ്തലബ്ധമായിരിക്കുമ്പോൾ, വളരെ അനായാസമായി കിട്ടുമ്പോഴും നമ്മൾ വാക്കുകൊണ്ടും ശരീരം കൊണ്ടും ബുദ്ധി കൊണ്ടും മറ്റൊന്നിനെ ആശ്രയിക്കുന്നു എന്നത് നമ്മുടെ നിസാരികയാണ് കാണിക്കുന്നത്. അതുകൊണ്ട് നാം വളരെ സ്ഥിരതരമായ മനസ്സോടുകൂടി ലോക നന്മയ്ക്കായിട്ട് ഗുരുവായൂർ പവനപുരനെ തന്നെ ആശ്രയിക്കുന്നു. ഗുരുവായൂർപുരം വാസി അദ്ദേഹം പൂർണ്ണമായും സത്വഗുണാന്വിതമാണ്, നിർമ്മലമാണ്. മറ്റ് ഗുണങ്ങൾ, രജോ ഗുണങ്ങളോ തമോ ഗുണങ്ങളോ അതുമായി ചേർന്നിട്ടില്ല. അദ്ദേഹത്തിന്റെ ആ ബോധ രൂപത്തിലുള്ള പരമാനന്ദ അവസ്ഥ ഈ വിഗ്രഹത്തിൽ തന്നെ നമുക്ക് ദർശിക്കാവുന്നതാണ്. ബ്രഹ്മം ചലനമില്ലാത്തതും നിത്യപൂർണമായിട്ടുള്ളതും ആയതാണ്. അതില് ഒരുപാട് മുക്തന്മാര് ആ ബ്രഹ്മസിദ്ധിയിൽ ലയിച്ചു കിടപ്പുണ്ട്. അങ്ങ് കലകളോടുകൂടിയവനാണ് എന്ന് പറയുന്നത് ശരിയല്ല. അങ്ങയുടെ അവതാരങ്ങളിൽ മാത്രമാണ് കലകൾ ഉള്ളത്. 5-ാമത്തെ ശ്ലോകത്തിൽ അങ്ങ് യാതൊരു കർമ്മവും ചെയ്യുന്നില്ല എങ്കിലും നോക്കുക എന്നൊരു കർമ്മം ചെയ്യുന്നത് കൊണ്ട് ലയിച്ചു പോയ ഈ പ്രകൃതിയുമായ കൽപ്പാതി കാലത്തിൽ ഉണരുന്നു. ആ മായയുടെ ഒരു അംശത്തെ സ്വയം സ്വീകരിച്ചുകൊണ്ട് അങ്ങ് രൂപമെടുത്ത് അവതരിച്ചിരിക്കുന്നു. അങ്ങയുടെ ശരീരമെന്ന് പറയുന്നത് കായാമ്പൂവിന്റെ വർണ്ണത്തോടു കൂടിയതും പുതിയ കാർമേഘത്തിന്റെ നിറമാർന്നതും ലാവണ്യത്തിന്റെ പൂർണ്ണമായ സാരമായതും ഭക്തജനങ്ങൾക്ക് വളരെ സന്തോഷദായകതും ആയതാണ്. പക്ഷേ അങ്ങയുടെ സൃഷ്ടി എന്ന കർമ്മം
വളരെയധികം ദുഃഖങ്ങൾ ഉണ്ടാക്കുന്നതല്ലേ എന്ന് ഞാൻ നേരത്തെ ചിന്തിച്ചിരുന്നു. പക്ഷെ ഇപ്പോൾ ഞാൻ ചിന്തിക്കുന്നില്ല. കാരണം അങ്ങയുടെ സൃഷ്ടിയായി വന്നതുകൊണ്ട് മാത്രമാണ് അങ്ങയുടെ മധുരമായിരിക്കുന്ന ചിദ്രസം കൊണ്ട് ആർദ്രമായിരിക്കുന്ന ആ സമുദ്രത്തിൽ എനിക്ക് ലയിക്കാൻ കഴിഞ്ഞത്. അങ്ങ് ഭക്തന്മാർക്ക് വളരെയധികം അനുഗ്രഹം നൽകുന്ന വ്യക്തിയാണ്. നമസ്കരിക്കുന്നവരെ അഭ്യർത്ഥിച്ചില്ലെങ്കിലും അവരാഗ്രഹിക്കുന്ന എല്ലാം നൽകും. അതോടൊപ്പം തന്നെ മോക്ഷവും നൽകുന്നു. ഇങ്ങനെ പരിധിയില്ലാത്ത ഫലം നൽകുന്ന അങ്ങ് പാരിജാതം പോലെയാണ്. വിവരമില്ലാത്തവരാണ് ആ ദേവേന്ദ്രന്റെ പൂന്തോട്ടത്തിലെ കൽപ്പവൃക്ഷത്തെ ആശ്രയിക്കുന്നത്. മറ്റു ദേവന്മാർ കാരുണ്യം കൊണ്ട് പല ആഗ്രഹങ്ങളും സാധിച്ചു തന്നേക്കാം. പക്ഷെ അവിടുന്ന് അങ്ങയെ തന്നെ നൽകുന്നു. ഈശ്വരീയ ഭാവം ഉള്ളത് കൊണ്ട് ബാക്കിയവരെ അങ്ങ് ഇവിടെ പ്രതിമധുരമായിരിക്കുന്ന ആ മനോഹരമായിരിക്കുന്ന അവസ്ഥയിൽ എല്ലാവരും പുകഴ്ത്തിക്കൊണ്ട് ഇരിക്കുന്നു. അങ്ങാണെങ്കിലോ ആത്മാരാമനുമാണ്. ശങ്കരാദി ദേവതകളുടെ ശക്തി എന്ന് പറയുന്നത് ബാക്കിയുള്ള നിയന്ത്രിക്കുന്നതാണ്. അവരുടെ തേജസ്സിനെ പോലും സംഹരിക്കുന്നതാണ് അങ്ങയുടേത്. ലോകത്തിന് പ്രകാശം നൽകുന്ന സൂര്യേന്ദ്രന്മാരെ പോലും അങ്ങാണ് നിയന്ത്രിക്കുന്നത്. അങ്ങയുടെ മഹത്വം യാതൊരു സംഘവും ഇല്ലാത്ത ഋഷിവര്യന്മാർ പുകഴ്ത്തിപ്പാടുന്നു. ലക്ഷ്മി ദേവിയാണെങ്കിൽ അങ്ങയോട് ചേർന്ന് തന്നെ എപ്പോഴും ഇരിക്കുന്നു. അല്ലയോ ഗുരുവായൂരപ്പ മുരഹര, അങ്ങക്ക് ഭഗവാൻ എന്നുള്ള പേര് വളരെയധികം അനുയോജ്യമാണ്. ഇനി ദശകം 2 കടക്കുകയാണ്. ആദ്യത്തെ ശ്ലോകം രമാദേവി വായിക്കുന്നതാണ്. ദശകം 2. സൂര്യസ്പർശികിരീടമൂർധ്വതിലക പ്രോദ്ഭാസി ഫാലാന്തരം കാരുണ്യാകുലനേത്രം ആദ്രഹസിതോല്ലാസം സുനാസാപുടം ഗണ്ഡോദ്യന്മകരാഭകുണ്ടലയുഗം കണ്ഠോജ്വലൽ കൗസ്തുഭം ത്വദ്രൂപം വനമാല്യഹാരപടല ശ്രീവത്സദീപ്രം ഭജേ. ആ ശ്ലോകം ഒന്നുകൂടെ പറയട്ടെ. സൂര്യസ്പർശി കിരീടമൂർധ്വതിലക പ്രോദ്ഭാസി ഫാലാന്തരം കാരുണ്യാകുല നേത്രം ആർദ്രഹസിതോല്ലാസം സുനാസാപുടം ഗണ്ഡോദ്യത് മകരാഭകുണ്ടലയുഗം കണ്ഠോജ്വല കൗസ്തുഭം ത്വദ്രൂപം വനമാല്യഹാര പടല ശ്രീവത്സദീപ്രം ഭജേ. ഇവിടെ ഭഗവാന്റെ ബാഹ്യമായിരിക്കുന്ന സൗന്ദര്യത്തെ വർണ്ണിക്കുകയാണ്. ഈശ്വരൻ നേരത്തെ പറഞ്ഞതുപോലെ ചിത്രൂപമാണ്. ചിത്രൂപം എന്ന് പറഞ്ഞാൽ ബോധരൂപം എന്നർത്ഥം. ശാന്തരാനന്ദാവബോധമാണ്, പരമാനന്ദാവസ്ഥയാണ്. അതിന് രൂപമുണ്ടോ എന്ന് ചോദിച്ചാൽ രൂപമില്ല. ആ രൂപമില്ലാത്ത ആ വാക്കുകൾക്ക് അതീതമായിരിക്കുന്ന പരമാനന്ദം നൽകുന്ന സൗന്ദര്യത്തിന്റെ ഏകസാരമായിരിക്കുന്ന അതിനെ എങ്ങനെ വർണ്ണിക്കാൻ കഴിയും? അതിന് മൂർത്തമായ ഒരു രൂപമുണ്ടായാൽ നമ്മളുടെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് കണ്ണിനും കാതിനും ഒക്കെ അനുഭവിക്കുവാൻ കഴിയുന്ന വിധത്തിലുള്ള രൂപമുണ്ടായാൽ എങ്ങനെയായിരിക്കും എന്നാണ് ഇവിടെ വർണ്ണിക്കുന്നത്. ഈ വർണ്ണന നമുക്ക് ധ്യാനത്തിന് ഉപയോഗിക്കാവുന്നത് കൂടിയാണ്. മനോഹരമായിരിക്കുന്ന ഭഗവാന്റെ വർണ്ണനയിലൂടെ
അത് നിരന്തരം ജപിക്കുന്നതിലൂടെ അല്ലെങ്കിൽ ചൊല്ലുന്നതിലൂടെ ആ രൂപധ്യാനത്തിലൂടെ മനസ്സ് ഏകാഗ്രമാകുകയും ഏകാഗ്രമാകുന്ന മനസ്സ് ആ രൂപത്തെ കൈവെടിഞ്ഞിട്ട് പരമാനന്ദത്തിൽ ലയിക്കുകയും ചെയ്യും എന്നാണ് ഭക്തന്മാരും ജ്ഞാനികളും പറയുന്നത്. ഇവിടെ ഭഗവാന്റെ ശിരസിൽ അണിഞ്ഞിരിക്കുന്ന കിരീടത്തെ കുറിച്ചാണ് ആദ്യം പറയുന്നത്. സൂര്യസ്പർദ്ധി കിരീടം. സൂര്യന് തുല്യമായ കിരീടമെന്നും സൂര്യന് പോലും സ്പർദ്ധ അല്ലെങ്കിൽ അസൂയ ഉണ്ടാകുന്ന വിധത്തിലുള്ള കിരീടവും എന്നും പറയാറുണ്ട്. സ്പർദ്ധ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം നമുക്കറിയാം, അസൂയ എന്നാണ്. സാധാരണഗതി സ്പർദ്ധ എന്നുള്ള പദം കാവ്യങ്ങളിൽ പ്രയോഗിക്കുമ്പോൾ തുല്യം എന്ന അർത്ഥത്തിൽ കൂടി പ്രയോഗിക്കാറുണ്ട്. ലോകത്തിലെ ഏറ്റവും തേജോമയമായിരിക്കുന്ന ചൈതന്യമാണ് സൂര്യൻ എന്ന് പറയുന്നത്. നമ്മൾ കണ്ടിട്ടുള്ള ലോകം എന്ന് പറയുമ്പോൾ നമ്മൾ ഭൂമിയെ ഉദ്ദേശിച്ച് പറയുന്നതാണ് എന്ന് മനസ്സിലാക്കണം. ഭൂമിയിലുള്ള മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം സൂര്യനാണ് ഏറ്റവും പ്രകാശമാനമായിരിക്കുന്ന ചൈതന്യം. അതുകൊണ്ടാണ് എല്ലാ ഋഷിമാരും സൂര്യനെ പ്രകീർത്തിച്ചുകൊണ്ട് വൈദിക മന്ത്രങ്ങൾ രചിച്ചത്. അതിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളതാണ് ഗായത്രി അല്ലെങ്കിൽ സൂര്യഗായത്രി. അപ്പൊ സൂര്യൻ എന്ന് പറയുന്ന പരബ്രഹ്മത്തിന്റെ തന്നെ പ്രതീകമായിട്ടാണ് സാധാരണ ഋഷിമാരായിട്ടുള്ളവരെല്ലാവരും സങ്കല്പിച്ചിരിക്കുന്നത്. ഭഗവാന്റെ കിരീടം, ശരീരമെടുത്ത ഭഗവാന്റെ കിരീടം, ശരീരത്തോട് കൂടിയ ഭഗവാന്റെ കിരീടം സൂര്യനോട് കിടപിടിക്കുന്ന പ്രകാശത്തോട് കൂടിയതാണ്. അത്രയ്ക്ക് തേജസ്സാണ് ഭഗവാന്റെ ബ്രഹ്മ തേജസ്, സൂര്യ തേജസ് ആ കിരീടത്തിലേക്കും കൂടെ പടരുന്നു എന്ന് മനസ്സിലാക്കണം. ഭഗവാൻ എന്ന് പറയുന്നത് ആത്മജ്ഞാനിയായിരിക്കുന്ന ഒരു വ്യക്തി എന്ന് നമുക്ക് പറയാൻ പറ്റുകയില്ലെങ്കിലും ഈശ്വര തുല്യനായ ആളാണ്. അദ്ദേഹത്തിന്റെ കിരീടം ഇരിക്കുന്നത് ശിരസിലാണ്. ശിരസിലാണ് നമ്മൾ സഹസ്രാര പത്മം ഉള്ളതായി പറയുന്നത്. ആ സഹസ്രാര പത്മത്തിന്റെ പ്രതീകം കൂടിയാണ് ഈ പ്രകാശമാനമായിരിക്കുന്ന കിരീടം എന്ന് പറയുന്നത്. നമ്മളുടെ ഒക്കെ മുഖത്തിന് ചുറ്റും ശിരസില് ഒരു വലയമുണ്ട്. നമ്മുടെ നഗ്നനേത്രങ്ങൾക്ക് കാണുവാൻ കഴിയില്ലെങ്കിലും എനർജിയുടേതായ ഒരു വലയം അവിടെയുണ്ട്. ഒരാള് ദിനംതോറും മന്ത്രം ജപിക്കുകയും ധ്യാനം ജപിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ, ധ്യാനിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അയാളുടെ ശിരസിന് ചുറ്റും ഉള്ള ഈ പ്രകാശ വലയം വർദ്ധിച്ച് വർദ്ധിച്ചു വരും. ആധ്യാത്മികതയിൽ ഉയർന്നു നിൽക്കുന്ന ഒരാൾക്ക് മറ്റൊരാളുടെ ശിരസിന് ചുറ്റുമുള്ള വലയം ദർശിക്കുവാൻ കഴിയും. ഇവിടെ ഭഗവാന്റെ ശിരസിലുള്ള ആ കിരീടം സൂര്യന്റെ ശോഭയെ വെല്ലുന്നതാണ് എന്ന് കവി അതിമനോഹരമായി വർണ്ണിച്ചിരിക്കുന്നു. നമ്മൾ ധ്യാനിക്കുമ്പോൾ പാദാതി കേശമോ അല്ലെങ്കിൽ കേശാദിപാദമോ സങ്കല്പിച്ചുകൊണ്ട് വേണം ചെയ്യാൻ. ഒരു രൂപത്തെ അല്ലെങ്കിൽ വിഗ്രഹത്തെ ആരാധിക്കുന്ന ആളുകൾ ആ രൂപധ്യാനം ചെയ്യേണ്ടതുണ്ട്. ആ രൂപധ്യാനത്തിന് ഉപയോഗിക്കാവുന്ന ഒരു ശ്ലോകമാണ് സൂര്യസ്പർദ്ധ കിരീടം. പിന്നെ എന്താണ്? ഊർധ്വ തിലക പ്രോദ്ഭാസി ഫാലാന്തരം. ഊർധ്വ തിലകം, മേലോട്ടേക്കുള്ള തിലകം, ആ കുറി, നെറ്റിയിൽ തൊട്ടിരിക്കുന്ന ആ ചന്ദനക്കുറി, ആ തിലകം കൊണ്ട് പ്രോദ്ഭാസി, പ്രോദ്ഭാസി ഉദ്ഭാസി എന്ന് പറഞ്ഞാൽ പ്രകാശിക്കുന്നത്, പ്രോദ്ഭാസി എന്ന് പറഞ്ഞാൽ പ്രകർഷേണ ഭാസിക്കുന്നത്, വളരെയധികം ശോഭിക്കുന്ന ആ കിരീടത്തിന്റെ താഴെ തൊട്ടു താഴെ വളരെ തിളങ്ങുന്ന വിളങ്ങുന്ന മനോഹരമായിട്ടുള്ള ആ തിലകം ഭാലാന്തരത്തിൽ ആ തിരുനെറ്റിയുടെ മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്നു.
ആ വിധത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ സഹസ്രാര പത്മത്തിന്റെ താഴെ നമ്മൾ ദർശിക്കുന്നത് ആജ്ഞാചക്രമാണ്. ഈ ആജ്ഞാചക്രത്തിന്റെ ഭാഗത്താണ് ഈ ഗോപിക്കുറി അണിയുക. ഭഗവാന്റെ ഗോപിക്കുറി എന്ന് പറയുന്നത് ഭഗവാന്റെ ആജ്ഞാചക്രം കൂടിയാണ്. അതുകൊണ്ട് തന്നെ അത് വളരെയധികം പ്രശോഭിക്കുന്നതാണ്. അങ്ങനെ സൂര്യസ്പർദ്ധ കിരീടത്തിന് താഴെ ആ ഉയർന്നു പൊങ്ങി ഉല്ലസിച്ച് നിൽക്കുന്ന ആ തിലകക്കുറിയും മനോഹരമായിരിക്കുന്ന പ്രകാശമാനമായിരിക്കുന്ന മുഖത്തെക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുക. ബ്രഹ്മത്തെ എങ്ങനെ രൂപവത്കരിക്കാം, ഒരു രൂപമുള്ളതാക്കി തീർക്കാം എന്ന് സങ്കല്പിച്ച ഋഷിമാര് ഭഗവാൻ കൃഷ്ണന്റെ വളരെ ചേതോഹരമായിരിക്കുന്ന രൂപത്തെ ഈ വിധത്തിൽ വർണ്ണിക്കുന്നു. പിന്നെ ആ മുഖം എങ്ങനെയാണ്, മുഖത്തെ കണ്ണുകൾ എങ്ങനെയാണ്? കാരുണ്യാകുല നേത്രം, കാരുണ്യം കൊണ്ട് ആകുലമായിരിക്കുന്ന നേത്രം. ആകുലം എന്ന് പറഞ്ഞാൽ ഈ കലങ്ങിയതെന്നാണ് സാധാരണ അർത്ഥം. ചലിക്കുന്ന കണ്ണുകൾ, ഇളകുന്ന കണ്ണുകളെ എന്ന അർത്ഥത്തിലാണ് ആകുലം ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഭഗവാന്റെ നേത്രം വിശ്വവ്യാപിയാണ് ഭഗവാൻ. പക്ഷേ ശരീരം എടുത്തു കഴിഞ്ഞപ്പോൾ ഈ ലോകത്തുള്ള പ്രയാസപ്പെടുന്ന, വേദനിക്കുന്ന, ദുഃഖിക്കുന്ന ആ ഭക്തന്മാരെ എപ്പോഴും ആകുലതയോടുകൂടി നോക്കുന്നതാണ്. ആ കണ്ണുകൾ കൊണ്ട് സ്നേഹത്തോടുകൂടി കരുണയോടുകൂടി അദ്ദേഹം നോക്കുന്നു. അങ്ങനെ കാരുണ്യം കൊണ്ട് നിറഞ്ഞ ആ കണ്ണുകൾ, അപ്പൊ പ്രകാശമാനമായിരിക്കുന്ന നെറ്റിത്തടവും പ്രകാശമാനമായിരിക്കുന്ന ശിരസും, അതിൻ്റെ താഴെ പ്രേമത്തിന്റെ വിശ്വപ്രേമത്തെ പ്രകാശിപ്പിക്കുന്ന ഭാവവും അങ്ങനെയുള്ളതും. പിന്നെ അദ്ദേഹത്തിന്റെ ചുണ്ടുകളിലേക്ക് വന്നാലോ ആർദ്ര ഹസിതോല്ലാസമാണ്. ആർദ്രമായിരിക്കുന്ന ഹസിതമായ ഉല്ലാസത്തോടു കൂടിയതാണ്. ആർദ്രമായിരിക്കുന്ന, ബാക്കിയുള്ളവരോട് സ്നേഹം കൊണ്ട് ആർദ്രമായിരിക്കുന്ന, എല്ലാവരോടും ഭക്തി കൊണ്ട് ആർദ്രമായിരിക്കുന്ന, പ്രേമം കൊണ്ട് ആർദ്രമായിരിക്കുന്ന അതുകൊണ്ട് ഉള്ള പുഞ്ചിരി, അതോട് കൂടിയ പുഞ്ചിരി, പ്രേമത്തോടു കൂടിയ പുഞ്ചിരിയുടെ ഉല്ലാസമാണ് ഇവിടെ ദർശിക്കുക മുഖത്ത്. ആ പുഞ്ചിരി സാധാരണ വ്യക്തികളുടെ ചിരിയല്ല. നിറന്ന പീലികൾ നിരക്കവേ കുത്തി എന്ന് പറഞ്ഞ് എഴുത്തച്ഛൻ എഴുതിയിരിക്കുന്ന മനോഹരമായിരിക്കുന്ന ശ്രീകൃഷ്ണ പാർത്ഥസാരഥി വർണ്ണനയുണ്ടല്ലോ, അതിനേക്കാൾ ഉജ്ജ്വലമാണ് ഇതെന്ന് പറയാൻ വയ്യ എങ്കിലും അതുപോലെ തന്നെ സുന്ദരമായിരിക്കുന്ന ഒരു വർണ്ണനയാണ്. കാരുണ്യം കൊണ്ട് ആകുലമായിരിക്കുന്ന ആ നേത്രവും ഹസിതം കൊണ്ട് ഉല്ലസിക്കുന്ന മുഖവും സുനാസാപുടം, മനോഹരമായിരിക്കുന്ന ആ നാസാപുടം, നാസിക. ഭഗവാന്റെ മൂക്ക് വളരെ മനോഹരമാണ്. നമ്മൾ ദിവ്യമായി കാണുന്നതിനെ എല്ലാം വളരെ ദിവ്യമായി തന്നെ വർണ്ണിക്കും. ആ ദിവ്യതയുടെ പരിവേഷം അതിനുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് ഏറ്റവും ശ്രേഷ്ഠമായത് എന്ന് പറഞ്ഞുകൊണ്ടാണ് കവികൾ വർണ്ണിക്കുക. കവികൾ എന്ന് പറഞ്ഞാൽ ഋഷിമാരാണ്. അനർഷി കവിത. ഋഷിമാരല്ലാത്തവര് കവികളാകാൻ യോഗ്യതയുള്ളവരല്ല. ഋഷിമാർക്ക് മാത്രമേ കവിയാകാൻ യോഗ്യതയുള്ളൂ. ഋഷി എന്ന് പറഞ്ഞാൽ എന്താണ്? ദർശനമുള്ളയാള്, ദർശിച്ചയാള്. എന്തിനെയാ നമുക്ക് ദർശിക്കേണ്ടത്? ഈ അന്തർനേത്രം കൊണ്ട് ദർശിക്കാനുള്ളത് ഒന്ന് മാത്രമേ ഉള്ളൂ. ആ ശുദ്ധമായിരിക്കുന്ന പരബ്രഹ്മമാണ്. അപ്പൊ ഭഗവാന്റെ മനോഹരമായിരിക്കുന്ന മുഖപത്മം നമ്മൾ ദർശിച്ചു കഴിഞ്ഞാൽ ആ മുഖപത്മത്തിലൂടെ കടന്ന് അതിൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന ബ്രഹ്മതത്വത്തിലേക്ക് പോകണം. അങ്ങനെ ബ്രഹ്മതത്വത്തിലേക്ക് മനസ്സിനെ കടത്തിവിടുവാൻ യോഗ്യമായിരിക്കുന്ന വിധത്തിൽ സൗന്ദര്യാതിരേകം കൊണ്ട് തിളങ്ങി നിൽക്കുന്ന ചൈതന്യമാർന്ന രൂപമാണ് ഭഗവാന്റേത്. അതാണ് ഇവിടെ പറയുന്നത്. ആർദ്രഹസിതോല്ലാസം ഗണ്ഡോദ്യത്മകരാപകുണ്ടല യുഗം. അദ്ദേഹത്തിന്റെ ഗണ്ഡങ്ങളിൽ, കവിളികളിൽ എന്താണ്? ഉദ്യത്മകരാഭ, ഉയർന്നു പോകുന്നത് ആ മകരത്തിന്റെ ആഭ ശോഭയോടുകൂടി കവിളിനെയും മുഖത്തെയും മുഴുവൻ പ്രസരിപ്പിക്കുന്ന വിധത്തിലുള്ള
മകരകുണ്ടലങ്ങൾ, 2 മകരകുണ്ടലങ്ങളോട് കൂടി മകര മത്സ്യത്തിന്റെ രൂപത്തിലുള്ള കുണ്ടലത്തിനെയാണ് മകരകുണ്ടലം എന്ന് പറയുന്നത്. ആ മകരകുണ്ടലം അവിടെ പ്രകാശിച്ചു തന്നെ നിൽക്കുന്നു. അപ്പൊ അതും മുഖത്തെ വളരെയധികം ശ്രേഷ്ഠമാക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് എന്താണ്? സുനാസാപുടം കണ്ടോജ്വല കൗസ്തുഭം, കണ്ഠത്തിൽ ഉജ്ജ്വലിക്കുന്നതായിരിക്കുന്ന, ജ്വലിച്ചുകൊണ്ടിരിക്കുന്നതായ കൗസ്തുഭം. കൗസ്തുഭം ഒരു ആഭരണ വിശേഷമാണ്, ഏറ്റവും തിളങ്ങുന്ന പ്രകാശമാർന്ന ഒരു വിശേഷമാണ്. അദ്ദേഹം കണ്ഠഭാഗത്ത് ഏത് ചക്രമാണ് ഉള്ളത്? വിശുദ്ധി ചക്രമാണ്. ആ വിശുദ്ധി ചക്രത്തിന്റെ പ്രഭ പോലും അതിലേക്ക് കടന്നു ചെല്ലുന്നു, അല്ലെങ്കിൽ ഇതിന്റെ പ്രഭ വിശുദ്ധി ചക്ര പ്രഭയെ വർദ്ധിപ്പിക്കുന്നു. ഒരു വ്യക്തി സുന്ദരനായാൽ മാത്രം പോരാ, ആ സൗന്ദര്യത്തെ മനുഷ്യന്റെ മനസ്സിലേക്ക് കടത്തി വിടത്തക്ക വിധത്തിലുള്ള ഒരു ആത്മീയമായിരിക്കുന്ന ചൈതന്യം കൂടെ ഉണ്ടാവണം. ഈ ആത്മീയ ചൈതന്യത്തെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഭഗവാന്റെ രൂപവർണ്ണന നടത്തിയിരിക്കുന്നത്. ആ രൂപവർണ്ണന നടത്തിയിരിക്കുമ്പോൾ ഭഗവാനെ നമ്മൾ ദർശിക്കുമ്പോൾ അത് ഒരു മൂർത്തിയായിരിക്കാം, മൂർത്ത രൂപമായിരിക്കാം, വിഗ്രഹമായിരിക്കാം. ആ വിഗ്രഹത്തിലൂടെ ഉള്ളിലേക്ക് കടന്ന് അനന്തമായിരിക്കുന്ന ആ സൗന്ദര്യത്തെ നമ്മൾ ദർശിക്കണം. പിന്നെന്താണ്? വനമാല്യ ഹാര പടലം, വനമാലയും ഹാരങ്ങളും അണിഞ്ഞതാണ്. വനമാലകൾ അണിഞ്ഞ ഭഗവാന്റെ ആ മനോഹരമായിരിക്കുന്ന ആ വക്ഷസ്ഥലം നമ്മൾ ഇനി സങ്കല്പിക്കണം. അവിടെ മുത്തുകൊണ്ട് മാലകളുണ്ട്, രത്നങ്ങൾ അണിഞ്ഞതാണ്, അവിടെയും പ്രശോഭിക്കുന്നതാണ്, വളരെയധികം പ്രശോഭിക്കുന്ന ഇതാണ്. പിന്നെന്താണ്? ശ്രീവത്സ ദീപ്രം. ശ്രീവത്സം എന്ന് പറയുന്ന മറുകിനാൽ ദീപ്രമായിട്ടുള്ളതാണ്. ശ്രീവത്സം എന്ന് പറയുന്ന മറുകാണെന്നും അല്ല, ശ്രീവത്സത്തെ കുറിച്ച് മറ്റൊരിടത്ത് പറഞ്ഞിരിക്കുന്നത് മുടിക്കെട്ടുകളുടെ ഒരു ചുഴിഭാഗമാണെന്നും പറയുന്നു. എന്തായാലും ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ഭഗവാന്റെ സമഭാവനയ്ക്ക് അതിന്റെ പ്രതീകമായിട്ടാണ് ശ്രീവത്സം. നമുക്കറിയാമല്ലോ, ഭൃഗു മഹർഷി ത്രിമൂർത്തികളിൽ ആർക്കാണ് ശാന്തതയുള്ളത്, ആരാണ് ഈശ്വരനാകാൻ യോഗ്യനായത് എന്നറിയുവാൻ വേണ്ടിയിട്ട് ഓരോ ഇടത്ത് ചെല്ലുകയും അങ്ങനെ ഭഗവാന്റെ അടുക്കൽ വന്നിട്ട്, നാരായണന്റെ അടുക്കൽ വന്നിട്ട് അത് ഉറങ്ങിക്കിടക്കുന്ന ആ ഭഗവാന്റെ മാറത്ത് ചവിട്ടിയെന്നും ആ ഭാഗത്ത് ഉണ്ടായതാണ് ഈ പാട് എന്നും പറയുന്നു. ഏതായാലും ഭഗവാൻ വളരെ ശാന്തതയോടുകൂടി തന്നെ ചവിട്ടിയ ആ ഭൃഗുമഹർഷിയുടെ പാദത്തെ പിടിച്ച് തലോടിക്കൊണ്ട് ആ കാലുകൾക്ക് വേദനിച്ചുവോ എന്ന് ചോദിക്കുകയും ചെയ്തു. അത്രമാത്രം ഭക്തന്മാരോട് ആർദ്രതയുള്ള ഈശ്വര ചൈതന്യത്തെ കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ നിസ്സംഗ ഭാവത്തെ കുറിച്ചും സൂചിപ്പിക്കുന്നു. ആരോടും സംഘമില്ലാത്ത അവസ്ഥയാണ് ഈശ്വരൻ്റെത് എന്ന് സൂചിപ്പിക്കുന്നു. അങ്ങനെയുള്ള അങ്ങയുടെ രൂപം, ആ ബ്രഹ്മചൈതന്യം രൂപമെടുത്താൽ എങ്ങനെയായിരിക്കുമോ ആ വിധത്തിലുള്ള രൂപത്തോടു കൂടിയ ഭഗവാൻ കൃഷ്ണനെ നാരായണനായിട്ട് അവതരിച്ചു. നാരായണന് കൃഷ്ണ ഭഗവാൻ ഉണ്ടായി. ആ കൃഷ്ണ ഭഗവാനോ സൗന്ദര്യത്തിന്റെ ഏറ്റവും മൂർത്തമത്തായ രൂപമാണ്. അങ്ങനെ ആ മൂർത്തമത്തായിരിക്കുന്ന രൂപം, ത്വദ്രൂപം, എങ്ങനെയുള്ള ത്വദ്രൂപം? സൂര്യസ്പർശി കിരീടത്തോടു കൂടിയതും ഊർദ്ധതിലകം കൊണ്ട് പ്രശോഭിക്കുന്ന നെറ്റിത്തടത്തോടു കൂടിയതും കാരുണ്യം കൊണ്ട് നിറഞ്ഞ നേത്രത്തോടു കൂടിയതും ആർദ്രമായി പുഞ്ചിരിക്കുന്ന ആ മുഖഭാവത്തോടു കൂടിയതും കവിൾ തടങ്ങളിൽ മകരകുണ്ടലങ്ങൾ തുള്ളിച്ചാടുന്നതുമായിരിക്കുന്നതും വനമാല കൊണ്ട് പ്രശോഭിതങ്ങളായിരിക്കുന്നതും അതുപോലെ രത്നങ്ങളാലും മുത്തുമാലകളാലും പ്രശോഭിതമായിരിക്കുന്നതുമായ ശ്രീവത്സം എന്ന അടയാളത്തോടു കൂടിയതായ അങ്ങയുടെ രൂപം ഞങ്ങൾ ഭജയെ ആശ്രയിക്കുന്നു, ഞങ്ങൾ ധ്യാനിക്കുന്നു. ആ ധ്യാനത്തിലൂടെ ഏകാഗ്രമായി ഇതെല്ലാം മനസ്സുകൊണ്ട് കണ്ടുകൊണ്ട്, മനസ്സുകൊണ്ട് ദർശിച്ചുകൊണ്ട്
അതിലേക്ക് ലയിച്ച് 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 പോകുന്ന ഒരു അവസരത്തിൽ ആ രൂപത്തെ ആരാധിക്കുന്ന അല്ലെങ്കിൽ രൂപത്തെ ധ്യാനിക്കുന്ന ആള് ഒരു നിമിഷം രൂപധ്യാനത്തിൽ നിന്ന് വിട്ട് ആകെ പ്രകാശമാനമായിരിക്കുന്ന ഒരു ചൈതന്യത്തെ ദർശിക്കുന്നതായി അനുഭവപ്പെടും. ആ ചൈതന്യം തൻ്റെ ശരീരത്തെയും തൻ്റെ മനസ്സിനെയും തൻ്റെ ബുദ്ധിയെയും എല്ലാം കടന്ന് ഈ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ച് പ്രപഞ്ചത്തിന് അപ്പുറമുള്ള സീമകളെയും കടന്നങ്ങനെ നിൽക്കുന്നതായും അത് താനായിത്തീരുന്നതായുമുള്ള അവസ്ഥ ഉണ്ടാകുമ്പോൾ ധ്യാനത്തിൽ നിന്ന് സമാധിയിലേക്ക് പോവുകയും ചെയ്യും. അങ്ങനെ ഭഗവാന്റെ ഒരേ സമയത്ത് ബ്രഹ്മരൂപവും അതുപോലെ തന്നെ ഒരു വിഗ്രഹത്തിൻ്റെതായ രൂപവും മനോഹരമായിട്ട് ആദ്യത്തെ ശ്ലോകത്തിലൂടെ നാരായണ ഭട്ടതിരിപ്പാട് വർണ്ണിക്കുകയാണ്. ഈ ശ്ലോകം നമ്മൾ നിരന്തരം വായിക്കുകയും നിരന്തരം പഠിക്കുകയും അതുപോലെ സങ്കല്പങ്ങൾ കൊടുത്ത് ആ ഭഗവാന്റെ മനോഹരമായിരിക്കുന്ന രൂപം ദർശിക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുക. അതൊരു വലിയൊരു ധ്യാന തന്നെ ആയിത്തീരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നമ്മൾ അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കുകയാണ്. കേയൂരാംഗദ കങ്കണോത്തമ മഹാരത്നാങ്കുലീയാങ്കിത ശ്രീമദ്ബാഹു ചതുഷ്ക സംഗത ഗദാ ശംഖാരി പങ്കേരുഹാം കാഞ്ചിത് കാഞ്ചന കാഞ്ചിലാഞ്ചിതലസത് സീതാംബരാലംബിനീം ആലംബേ വിമലാംബുജദ്യുതിപദാം മൂർത്തിം തവാർത്തിച്ഛിദം. ആ ശ്ലോകം ഒന്നുകൂടെ ഞാൻ വായിക്കാൻ പതുക്കെ. കേയൂരാംഗത കങ്കണോത്തമ മഹാരത്നാങ്കുലീയാങ്കിത ശ്രീമദ്ബാഹു ചതുഷ്ക സംഗത യഥാശങ്കാരി പങ്കീരുഹാം കാഞ്ചിത് കാഞ്ചന കാഞ്ചിലാഞ്ചിത ലസത് പീതാംബരാലംബനീം ആലംബേ വിമലാംബുജദ്യുതിപദാം മൂർത്തിം തവാർത്തിച്ഛിദം. വീണ്ടും ആ രൂപത്തെ തന്നെ, ആ മൂർത്തിയെ തന്നെ വർണ്ണിക്കുകയാണ്. ആ മൂർത്തിയെ ഞാൻ ആശ്രയിക്കുന്നു. എങ്ങനെയുള്ള മൂർത്തിയാണ്? ആർത്തിച്ഛിദം. ദുഃഖത്തെ, ആർത്തി ദുഃഖം, ദുഃഖത്തെ ഛേദിക്കുന്ന ആ രൂപം. നിരന്തരമായ ഉപാസനയിലൂടെ ഭഗവത് രൂപത്തെ ധ്യാനിക്കുന്നതിലൂടെ സകല ദുഃഖങ്ങളും ഇല്ലാതായിത്തീരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ദിവസവും ഒരു 20 മിനിറ്റെങ്കിലും നമ്മൾ അഭിവന്ദ്യനായിരിക്കുന്ന നാരായണ ഭട്ടതിരി വർണ്ണിച്ച ഈ മനോഹരമായിരിക്കുന്ന ശ്ലോകത്തിന്റെ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് ആ രൂപത്തെ മനസ്സിൽ ദർശിച്ചുകൊണ്ട് ധ്യാനം തുടരുക. എങ്ങനെയുള്ളതാണ് ആ രൂപം എന്ന് പറയുന്നു? കേയൂരാംഗത കങ്കണോത്തമ മഹാരത്നാങ്കുലീയാങ്കിത. കേയൂരാംഗത കങ്കണോത്തമ മഹാരത്നാങ്കുലീയാങ്കിത. ബാക്കി പിന്നെ പറയാം. കേയൂരം നമ്മൾ കേട്ടിട്ടുണ്ട്. കേയൂരാന വിഭൂഷയന്തി പുരുഷം ആരാണ ചന്ദ്രോജ്വല എന്ന് തുടങ്ങിയ ശ്ലോകങ്ങൾ പറഞ്ഞിട്ടുണ്ട്. തോൾവളയാണ് കേയൂരം. പിന്നെ അങ്കദം, അതും വള തന്നെ, കൈവളകൾ. കങ്കണം, അത് കുറച്ചുകൂടെ റിസ്റ്റിനോട് ചേർന്നിരിക്കുന്ന വളയാണ്. കേയൂര, അങ്കദ, കങ്കണ. ഉത്തമ മഹാരത്നാങ്കുലീയാങ്കിത. ഉത്തമങ്ങളായിരിക്കുന്ന മഹാരത്നങ്ങൾ, വളരെ ശ്രേഷ്ഠങ്ങളായിരിക്കുന്ന വലിയ വിലപിടിച്ച മനോഹരമായ ഭംഗിയുള്ള പ്രകാശം പരത്തുന്ന ആ അങ്കുലീകൾ കൊണ്ട് അങ്കിതം, അത് അണിഞ്ഞതായിരിക്കുന്നു. ആ മോതിരങ്ങൾ അണിഞ്ഞതായിരിക്കുന്ന ശ്രീമദ് അങ്ങയുടെ ബാഹു ചതുഷ്ക സംഗത. ഈ വിധത്തിലുള്ള 4 കൈകൾ, ബാഹു ചതുഷ്ക സംഗത, അതുമായിട്ട് സംഗതമായിരിക്കുന്ന, ചേർന്നിരിക്കുന്നു. അദ്ദേഹത്തിന്റെ 4 കൈകളും അതിലൊക്കെ എന്നോട് കേയൂരമുണ്ട്, അങ്കരമുണ്ട്, കങ്കണമുണ്ട്,
ഉത്തമമായിരിക്കുന്ന മഹാരത്നാങ്കുലികളുണ്ട്. 4 എന്ന് പറയുന്നത് എന്താണ്? അത് നമ്മുടെ ദേവതകൾക്കെല്ലാം 4 കൈകളുണ്ട് എന്ന് പറയുമ്പോൾ 4 കൈകൾ പ്രതിനിധാനം ചെയ്യുന്നത് 4 ദിക്കുകളെയാണ്. 4 ദിക്കുകളിലും വ്യാപിച്ചിരിക്കുന്ന ചൈതന്യമാണ് എന്ന് യോജിപ്പിക്കുവാൻ വേണ്ടിയിട്ട് വളരെ മനോഹരമായൊരു രൂപം അവര് കണ്ടെത്തി. നമ്മൾ 4 കൈകളോടുകൂടി നടക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കിടന്ന് എന്താ 4 കൈകൾ ശരിയാണോ, ഭഗവാൻ ഉണ്ടായിരിക്കുമോ എന്നൊക്കെ തിന്നു. ഇതൊക്കെ സിംബോളിക്കാണ്. സിംബോളിക് എന്ന് പറഞ്ഞാൽ പ്രതിബിംബാത്മകമാണ്. ആ രൂപം മനസ്സുകൊണ്ട് സങ്കല്പിച്ച് രൂപം ഉണ്ടാക്കി നമ്മൾ ധ്യാനിക്കുന്നു. ഈ ധ്യാനിക്കുന്നതിനോടൊപ്പം തന്നെ ഈ 4 കൈകൾ, പ്രകാശിക്കുന്ന 4 കൈകൾ, ആ ഉത്തമങ്ങളായിരിക്കുന്ന ശ്രേഷ്ഠങ്ങളായിരിക്കുന്ന പ്രഭ ചൊരിയുന്ന 4 കൈകൾ വിശ്വമാകെ വ്യാപിച്ചു നിൽക്കുന്നതായി നമ്മൾ ദർശിക്കണം. 4 ഭാഗത്തേക്കും പടർന്ന് പന്തലിച്ചു പോകുന്നതാണ്. വിഷ്ണു എന്ന വാക്കിന്റെ അർത്ഥം നമുക്കറിയാമല്ലോ. വ്യാപിച്ചു കിടക്കുന്നവൻ എന്നാണ് അർത്ഥം. വിഷ്ണു വ്യാപനേ എന്ന് പറയും. വ്യാപിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് വിഷ്ണു എന്നുള്ള പദം പ്രയോഗിക്കുന്നത്. അത് വളരെ എറ്റേണലാണ്, എല്ലായിടത്തും വ്യാപിച്ചു നിൽക്കുന്നതാണ്. അതിനെ നമ്മൾ രൂപത്തിലാക്കി എല്ലായിടത്തും അനന്തമായി വ്യാപിച്ചിരിക്കുന്ന ഒരെണ്ണത്തെ നമ്മുടെ മനസ്സിന് സങ്കല്പിക്കാൻ പറ്റുകയില്ല. നമ്മുടെ സങ്കല്പത്തിന് അതീതമാണ്. കടലെന്ന് പറഞ്ഞാൽ നമ്മുടെ കടൽ തീരത്ത് കണ്ട കടലേ അറിയുള്ളൂ. അപ്പൊ നമ്മുടെ മനസ്സിന് പറ്റിയ വിധത്തിൽ ആ രൂപത്തെ ചെറുതാക്കി എന്നാൽ മനോഹരമാക്കി കൊണ്ടുവരികയുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്ത് അനന്തതയിൽ ശയിക്കുന്ന അല്ലെങ്കിൽ അനന്തനിൽ ശയിക്കുന്ന ആ വിശ്വരൂപിയായിരിക്കുന്ന വിഷ്ണുവിനെ നമ്മൾ സങ്കല്പിച്ചു. അങ്ങനെ സങ്കല്പിച്ച് ആ സങ്കല്പത്തോടുകൂടി നമ്മൾ ധ്യാനം ആരംഭിക്കുകയായി. ആ ധ്യാനത്തിൽ ആ അനന്തപത്മനാഭനെ ധ്യാനിച്ച് നമ്മൾ അനന്തതയിലേക്ക് പോകും. ഈ അനന്തതയും വിഷ്ണുവും പത്മനാഭനും എല്ലാം ഒന്ന് തന്നെയാണ്. അപ്പൊ എല്ലാം ഒന്നായിരിക്കുന്ന പരമമായിരിക്കുന്ന സാത്വികമായിരിക്കുന്ന ബ്രഹ്മതത്വമാണ് അതെന്നുള്ള ബോധത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ രൂപങ്ങളൊക്കെ സൃഷ്ടിച്ചിരിക്കും. മഹാഋഷിമാര് അവരുടെ സങ്കല്പം കൊണ്ട് സൃഷ്ടിച്ച രൂപങ്ങളാണ്. അങ്ങനെ സൃഷ്ടിച്ച രൂപങ്ങൾക്ക് എന്താ സാധ്യതയുള്ളത്? നമുക്ക് ആ രൂപത്തെ ദർശിക്കാൻ കഴിയും. നമ്മുടെ ധ്യാനത്തിന്റെ ഉന്നതമായിരിക്കുന്ന അവസ്ഥയിൽ ലക്ഷ്മിയെ ദർശിക്കാൻ കഴിയും, സരസ്വതിയെ ദർശിക്കാൻ കഴിയും, ഗണപതിയെ ദർശിക്കാൻ കഴിയും. ഈ രൂപങ്ങൾ നമ്മുടെ മനസ്സ് സ്വീകരിച്ചിട്ട് ആ രൂപം അത് മനസ്സ് കൈക്കൊള്ളും. അങ്ങനെ ആ രൂപത്തിൽ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു എന്ന് വരും. അതുകൊണ്ട് എന്ത് ചെയ്യണം? നമുക്ക് ഇഷ്ടപ്പെട്ട, നമുക്ക് പ്രിയമായിരിക്കുന്ന ഏതെങ്കിലും ഒരു ഈശ്വര രൂപം, അത് ഭഗവാൻ കൃഷ്ണൻ്റെതാകാം, വേറെ സ്വന്തം കുഞ്ഞിൻ്റെ ആയാലും കുഴപ്പമില്ല. ഏതെങ്കിലും ഒരു രൂപമെടുത്ത് ധ്യാനിച്ച് ആ ധ്യാനത്തിലൂടെ പരമമായിരിക്കുന്ന അവസ്ഥയിലേക്ക് പോകാം. ഇവിടെ കേയൂരങ്ങളും അങ്കണങ്ങളും കങ്കണങ്ങളും രത്നാങ്കുലിയങ്ങളും ഉള്ളതായിരിക്കുന്ന അദ്ദേഹത്തിന്റെ ശ്രീമത് ഐശ്വര്യ സമ്പൂർണമായിരിക്കുന്ന ശ്രീയോട് കൂടിയ ആ ബാഹുചതുഷ്ക സംഗത, ആ 4 കൈകളിൽ ഉള്ളതായ ഗദ, ശംഖ, അരി, പങ്കേരുക. ഒരു കയ്യിൽ ഗദയുണ്ട്, മറ്റൊരു കയ്യിൽ ശംഖുണ്ട്, വേറൊരു കയ്യിൽ അരി എന്ന് പറഞ്ഞ ആരം, ചക്രമുണ്ട്, പങ്കേരുഹം, താമരയുണ്ട്. 4 വിധങ്ങളായിരിക്കുന്ന ആയുധവുമാണ്. അതോടൊപ്പം തന്നെ എന്തുമാണ്? അത് സൗന്ദര്യ സംവർദ്ധകമായ വസ്തുക്കളുമാണ്. അതോടൊപ്പം തന്നെ സിംബോളിക്കായിട്ടുള്ള പദാർത്ഥങ്ങളുമാണ്. മോഹമുദ്ഗരം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് ശങ്കരാചാര്യരുടെ ഭജഗോവിന്ദത്തിൽ. അജ്ഞാനത്തെ അടിച്ച് ഇല്ലാതാക്കുന്നതാണ് എന്ന് പറയും. അതുപോലെ തന്നെ അജ്ഞാനത്തെ ഇല്ലാതാക്കുന്ന അറിവിന്റെ ഗതയാണ് അദ്ദേഹത്തിന്റെ കൈകളിൽ. അതാണ് ഗത. ശംഖുണ്ട്, ഓങ്കാരനാദമാണ്. ധ്യാനത്തിന്റെ ഉന്നതമായ അവസ്ഥയില് നമ്മളിപ്പോൾ തന്നെ ധ്യാനിച്ചാൽ പലർക്കും അവരുടെ കാതുകളിൽ ആ ധ്യാനത്തിന്റെ വളരെ ലയം സംഭവിക്കുന്ന സമയത്ത് ചില ശബ്ദങ്ങൾ കേൾക്കാൻ തുടങ്ങി. അത് ക്ഷേത്രങ്ങളിൽ നമ്മൾ വച്ചിരിക്കുന്നതായിരിക്കുന്ന മണിയടിയും ഒക്കെ അതിൽ ഉണ്ടായി. ശംഖിന്റെ ശബ്ദം. അതെ, ഇവിടെ ശംഖ്
ആ ശബ്ദത്തെ പ്രതിനിധാനം ചെയ്യുന്നതാണ്, ഓംകാര ശബ്ദത്തെ പ്രതിനിധാനം ചെയ്യുന്നതാണ്. ചക്രമെന്തോ സുദർശന ചക്രമാണ്. സുദർശനം മനോഹരമായ ദർശനമാണ്, മനോഹരമായ ബ്രഹ്മ ദർശനമാണ്. ആ സുദർശന ചക്രമാണ് ശത്രുക്കളെ അല്ലെങ്കിൽ രാക്ഷസന്മാരെ അല്ലെങ്കിൽ അസുരന്മാരെ ഇല്ലായ്മ ചെയ്യുന്നത്. ഈശ്വര ദർശനം ലഭിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള സകല ആസുരിക ശക്തികളും ഇല്ലാതാവുകയായി. നമ്മൾ ആ പരബ്രഹ്മ സ്വരൂപത്തെ എപ്പോഴാണോ മനസ്സിലാക്കുന്നത്, അപ്പോൾ നമ്മളുടെ ഉള്ളിലുള്ളതായിരിക്കുന്ന സാത്വികമല്ലാത്ത ഗുണങ്ങള്, ദോഷങ്ങളെന്ന് നമ്മൾ മലയാളത്തിൽ പറയും. രാജസവും അതുപോലെ തന്നെ തമോ ഗുണവും ഒക്കെ നമ്മളെ വിട്ടുപോകും. അങ്ങനെ ഈശ്വര ബ്രഹ്മത്തെ, ഈശ്വരനും ബ്രഹ്മവും രണ്ട് രൂപമാണ്. ഒന്ന് രൂപമുള്ളതും രൂപമില്ലാത്തതും. രൂപമുള്ളതിലൂടെ രൂപമില്ലാത്തതിൽ ഒരു മനോഹരമായ പുഷ്പത്തിലൂടെ, ഒരു റോസാപുഷ്പം, അത് മനോഹരമാണ്, സുന്ദരമാണ്. പക്ഷെ സുന്ദരം എന്ന് പറയുന്ന പദം രൂപമില്ലാത്തത്. ആ സൗന്ദര്യത്തിന് രൂപമില്ല. പക്ഷെ റോസാപ്പൂവിൽ ആ റോസാപ്പൂവിൽ നമ്മൾ സൗന്ദര്യം എന്ന രൂപമില്ലാത്ത ഒന്നിനെ ദർശിക്കും. അത് റോസാപ്പൂവിലാകാം, നമ്മുടെ കൊച്ചു കുഞ്ഞിലാകാം, നമ്മുടെ ഭാര്യയിലാകാം, കാമുകിയിലാകാം, പ്രകൃതിയിലാകാം. ഇവിടൊക്കെ സൗന്ദര്യമുണ്ട്. ആ സൗന്ദര്യം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് വർണ്ണിക്കാൻ പറ്റില്ല. ആ സൗന്ദര്യം പോലെ എല്ലാ വസ്തുക്കളിലും കുടികൊള്ളുന്ന മഹത്തായിരിക്കുന്ന ആ സൗന്ദര്യമാണ് ബ്രഹ്മചൈതന്യം. അത് നമുക്ക് പരമാനന്ദത്തെ നൽകുന്ന സൗന്ദര്യമാണ്. എത്ര കാലം നൽകി? എറ്റേണലാണ്, അനന്തമാണ്. ആ അനന്തമായിരിക്കുന്ന ബ്രഹ്മസ്വരൂപം തന്നെയാണ് ഭഗവാൻ എന്ന് കാണിക്കുന്ന വിധത്തിലാണ് കേയൂരാങ്കണോത്തമ മഹാരത്നാങ്കുലിയാങ്കിത ശ്രീമദ് ബാഹു ചതുഷ്ക സംഗത ഗരാശങ്കാരി പങ്കേരുഹാം. പങ്കേരുഹം എന്ന് പറയുന്നത് സംസാര പത്മമാണ്. ആത്മജ്ഞാനത്തിന്റെ ഏറ്റവും ഉന്നതമായ അവസ്ഥയിൽ ചെല്ലുമ്പോൾ സഹസ്രാര പത്മത്തിൽ മൂലാധാരത്തിലെ കുണ്ടലിനി ശക്തി ഉണർന്ന് അവിടെ ചെല്ലുന്നു എന്നാണ് നമ്മള് യോഗികൾ പറയുന്നത്. ആ അവസ്ഥയിലാണ് നമ്മൾ ആത്മജ്ഞാനികളായിട്ട് തീരുക. അങ്ങനെയുള്ള ആ ശംഖചക്ര ഗദാദികളോടുകൂടിയിരിക്കുന്ന ഈശ്വരൻ, അത് അദ്ദേഹത്തിന്റെ കൈകളിലാണ്, 4 കൈകൾ. അദ്ദേഹത്തിന്റെ അനന്തഭാവമാകുന്ന കൈകളിലാണ് ഇതെല്ലാം. പിന്നെ കാഞ്ചന കാഞ്ചിലാഞ്ചിതലസത് പീതാംബരാലംബനി, കാഞ്ചനം സ്വർണമയമായിരിക്കുന്ന, സ്വർണ നിർമ്മിതമായിരിക്കുന്ന കാഞ്ചന കാഞ്ചി ലാഞ്ചിതം, കാഞ്ചനത്തിന്റെ സ്വർണത്തിന്റെ സൗന്ദര്യം അല്ലെങ്കിൽ പ്രഭ ലാഞ്ചിതമായിരിക്കുന്ന, അതുകൊണ്ട് നിർമ്മിക്കപ്പെട്ടതായിരിക്കുന്ന, ലസത് അതുകൊണ്ട് ഉല്ലസിക്കുന്ന, അതുകൊണ്ട് പ്രകാശിക്കുന്ന, അതുകൊണ്ട് പ്രശോഭമാനമായിരിക്കുന്ന, അതുകൊണ്ട് സൗന്ദര്യാതിരേകം വർദ്ധിച്ച പീതാംബരം, മഞ്ഞപ്പട്ട്. ആ മഞ്ഞപ്പട്ടിനെ ആലംബനിയും ആലംബിച്ചു കൊണ്ടിരിക്കുന്ന കാഞ്ചന കാഞ്ചി. കാഞ്ചി എന്ന് പറയുമ്പോൾ അവരെന്താണ്? അവരെ ആ അർത്ഥത്തിലും പറയാം അരഞ്ഞാണം. മഞ്ഞപ്പട്ടിന്റെ പുറത്തുള്ള അരഞ്ഞാണം. മണിപൂരകം കഴിഞ്ഞിട്ട് മൂലാധാരത്തിലേക്കുള്ള ആ അവസ്ഥയിലേക്ക് ഇവിടെ നമ്മളെ കടത്തിക്കൊണ്ടുപോകുന്നതാണ്. ആ അങ്ങനെയുള്ള അവസ്ഥയോടുകൂടിയ എപ്പോഴും സപ്ത ചക്രങ്ങളും ഉണർന്ന് പ്രവർത്തിക്കുന്ന എന്നൊരർത്ഥം കൂടി ഇവിടെ പറയാം. അങ്ങനെയുള്ള അങ്ങയുടെ മൂർത്തിയെ, തവ മൂർത്തിയെ, എങ്ങനെയുള്ള മൂർത്തി? ആർത്തിക്ഷിതം. എങ്ങനെയുള്ളത്? വിമലാംബുജദ്യുതിപദ. വിമലമായിരിക്കുന്ന പരിശുദ്ധമായിരിക്കുന്ന അംബുജത്തിന്റെ താമരയുടെ ശോഭയുള്ള പാദത്തോടുകൂടി അങ്ങയുടെ രൂപത്തിൽ. അപ്പൊ പാദത്തിൽ വന്നു, ശിരസിൽ തുടങ്ങിയ പാദത്തിലേക്ക് നമ്മൾ നമിച്ച് വരികയാണ്. ഇല്ലെങ്കിൽ പാദത്തിൽ നിന്ന് മേലോട്ടേക്ക് നമുക്ക് വർണ്ണിച്ച് ധ്യാനിക്കാം. വർണ്ണന എന്ന് പറയുന്നത് സ്തുതിയാണ്. സ്തുതി എന്ന് പറയുന്നത് പാടാൻ വേണ്ടി മാത്രമുള്ളതല്ല. ആ പാടുന്നതിനോടൊപ്പം തന്നെ ആ രൂപത്തെ നമ്മൾ ധ്യാനിക്കുവാൻ വേണ്ടി കൂടിയാണ്. അങ്ങനെയുള്ള ആർത്തിയെ മുഴുവൻ ഇല്ലാതാക്കുന്നു. ഏകാഗ്രമായ മനസ്സിലേക്ക് ഒരു ദുഃഖവും കടന്നു വരികയില്ല. നമ്മുടെ മനസ്സ് എവിടെ പോകുന്നുവോ അതിന്റെ രൂപം അത് കൈക്കൊള്ളുന്നു. വീട്ടിലൊരു കഷ്ടപ്പാടോ ദുഃഖമോ
വേദനയുള്ള സംഭവം വന്നു കഴിഞ്ഞാൽ മനസ്സ് അതിലേക്ക് പോവുകയായി. ആ മനസ്സ് അതിലേക്ക് പോകുമ്പോഴെന്താ, മനസ്സ് ദുഃഖാകാരം എടുക്കുന്നു. പിന്നെ ചിന്തിച്ചിരിക്കുകയായി, ദുഃഖിച്ചിരിക്കുകയായി, വേദനിച്ചിരിക്കുകയായി. മനസ്സിന്റെ ഭാവങ്ങൾ എങ്ങനെ മുഖത്തും ശരീരത്തിലെ ഓരോ വൃത്തികളിലും നമുക്ക് വ്യക്തമായി കാണാൻ പറ്റും. അത് നമ്മളുടെ മാനസിക ശാരീരികമായ രോഗങ്ങൾക്ക് കാരണമായി തീരും. അപ്പൊ മനസ്സിനെ നമ്മൾ എപ്പോഴും എങ്ങോട്ട് കൊണ്ടുപോകണം? ഈശ്വരനിലേക്ക് അടുപ്പിക്കണം. ഈശ്വരൻ എന്ന് പറഞ്ഞ ശുദ്ധ പരബ്രഹ്മമാണ്. അതിലേക്ക് എങ്ങനെ അടുപ്പിക്കും? അതിന് ഈശ്വരന്റെ അതിമനോഹരമായിരിക്കുന്ന രൂപം നമ്മുടെ ഋഷിമാര് നമുക്ക് ധ്യാനിക്കുവാൻ വേണ്ടിയിട്ട് തന്നിട്ടുണ്ട്. അത് ദേവിയുടെ രൂപമാകാം, അല്ലെങ്കിൽ ദേവന്റെ ആകാം, നാരായണ രൂപമാകാം, ശ്രീകൃഷ്ണ രൂപമാകാം, ഗണപതിയുടെ രൂപമാകാം. ഇതിലേതെങ്കിലും ഒരു രൂപം മനസ്സിലെടുത്ത് അത് മനസ്സുകൊണ്ട് തന്നെ അതിനെ വർണ്ണിച്ച് അതിൽ ഓരോ അംശത്തിലൂടെയും കടന്നു പോകുമ്പോൾ അത് ആർത്തിച്ചിതം, സമസ്ത ആർത്തികളെയും ദുഃഖത്തെയും ഛേദിപ്പിക്കുന്ന ആ തവ മൂർത്തി, അങ്ങയുടെ മൂർത്തിയെ, ശരീരത്തെ, രൂപത്തെ ആലംബേ ഞാൻ ആശ്രയിക്കുന്നു, ആലംബനം ചെയ്യുന്നു, നിരന്തരം ധ്യാനിക്കുന്നു. ഗുരുവായൂർ നടയില് ശ്രീനാരായണ ഭട്ടതിരി വന്ന് വെറുതെ വീട്ടുകാര്യവും നാട്ടുകാര്യവും തന്റെ രോഗത്തിന്റെ കാര്യവും ചിന്തിച്ചല്ലിയിരുന്നത്. തന്റെ ഗുരുവിന്റെ രോഗത്തെ ചോദിച്ചു വാങ്ങിയതാണ് ഭട്ടതിരിപ്പാട്. അവസാനം ഈ വിശ്വപീഠ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഭഗവാനെ തന്നെ ധ്യാനിക്കുകയാണ്. ആദ്യം ശുദ്ധ പരബ്രഹ്മസ്വരൂപമായിരിക്കുന്ന ഭഗവാനെയും പിന്നീട് അതിന് മൂർത്തമായ രൂപം കൊടുത്തുകൊണ്ട്, സങ്കല്പത്തിലൂടെ രൂപം കൊടുത്തുകൊണ്ട്, ഇത് നേരത്തെയുള്ള ഋഷിമാര് കൊടുത്ത സങ്കല്പങ്ങൾ തന്നെ കുറച്ചുകൂടെ ദീപ്രമായിട്ട്, പ്രകാശമാനമായിട്ട് ഭട്ടതിരിപ്പാട് നമ്മളെ മുന്നിൽ വർണ്ണിക്കുക. അപ്പോ ആ വർണ്ണനകളിലൂടെ നമ്മൾ കടന്നു പോവുകയും വർണ്ണനകളുടെ അർത്ഥം മനസ്സിലാക്കുകയും ആ അർത്ഥം മനസ്സിലാക്കുകയും ധ്യാനിക്കുകയും ചെയ്യണം. അങ്ങനെ ധ്യാനിക്കുവാൻ പറ്റിയ വിധത്തിലുള്ള ഒരു 2 ശ്ലോകങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. ആ ശ്ലോകങ്ങൾ കഴിഞ്ഞിട്ട് നമ്മൾ 3-ാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കുകയാണ്. അടുത്ത 3-ാമത്തെ ശ്ലോകം എന്താണെന്ന് നമുക്ക് കേൾക്കാം. യത്രൈലോക്യമഹീയസോപി മഹിതം സമ്മോഹനം മോഹനാത് കാന്തം കാന്തിനിധാനതോപി മധുരം മാധുര്യധുര്യാദപി സൗന്ദര്യോത്തരതോപി സുന്ദരതരം ത്വദ്രൂപമാശ്ചര്യതോപ്യാശ്ചര്യം ഭുവനേന കസ്യ കുതുകം കൃഷ്ണാദി വിഷ്ണോ വിഭോ. ഭഗവാന്റെ ആ മനോഹരമായ രൂപത്തെ ഏതാണ്ട് വർണ്ണിച്ചു കഴിഞ്ഞു. ഈ 2 ശ്ലോകങ്ങൾ മതി നാരായണീയത്തിലെ ഭഗവത് രൂപത്തിന്റെ മാധുര്യത്തെയും ഭക്തിയുടെ മഹത്വത്തെയും പ്രകീർത്തിക്കുന്ന ഈ 2-ാമത്തെ ദശകത്തിലെ ഈ 2 ശ്ലോകങ്ങളെ ധ്യാനത്തിന് ഉപയോഗിക്കാവുന്നത്. ഈ ശ്ലോകങ്ങളിലൂടെ വർണ്ണിച്ചിരിക്കുന്നത് എന്താണ് എന്ന് ഒന്നുകൂടെ പറയുകയാണ്. യത്രൈലോക്യമഹീയസോഭിമഹിതം സമ്മോഹനം മോഹനാത് കാന്തം ഗാന്ധി നിധാനതോപി മധുരം മാധുര്യദുര്യാദവി സൗന്ദര്യോത്തരതരതോപി സുന്ദരതരം ത്വദ്രൂപമാശ്ചര്യതോപി ആശ്ചര്യം ഭുവനെ ന കസ്യ കുതുകം കൃഷ്ണാദി വിഷ്ണോ വിഭോ. ആ മനോഹരമായ രൂപം, ആ സുന്ദരമായ രൂപം ഏത് മുമ്പ് 2 ശ്ലോകങ്ങളിലൂടെ വർണ്ണിച്ച ആ രൂപം. ആ രൂപം എങ്ങനെയുള്ളതാണ്? ആശ്ചര്യകരമായ, അത് കൂടുതൽ പുറകോട്ട് നമ്മൾ പോകാം. അതിനു മുമ്പ് ഭുവനെ, ഈ ലോകത്ത്, ഭുവനത്തിൽ, ഈ ഭൂമിയിൽ, കസ്യ ഏതൊരാൾക്കാണ്, കുതുകം ന പുഷ്ണാദി കുതുകത്തെ ഉണ്ടാക്കാത്തത്, പോഷിപ്പിക്കാത്തത്, ആഗ്രഹത്തെ ഇല്ലാതാക്കുന്നില്ല ഒരിക്കലും ഭഗവാന്റെ രൂപം കണ്ടിട്ട്. എപ്പോഴും നമ്മൾ ആ ദിവ്യമായിരിക്കുന്ന രൂപം നമുക്ക് കണ്ടുകൊണ്ട് തന്നെ ഇരിക്കണമെന്നുള്ള ആഗ്രഹമാണ്. അത് പറയുകയാണ്. ആ രൂപം നേരത്തെ വർണ്ണിച്ച 2 ശ്ലോകങ്ങളിലൂടെ വർണ്ണിച്ച ആ രൂപം എന്താണ്? വിഭൂ.
അല്ലയോ സർവശക്തനായിരിക്കുന്ന വിഷ്ണു വിളിക്കുകയാണ്. സർവശക്തനും സർവവ്യാപിയുമായിരിക്കുന്ന ഭഗവാൻ. ഞാൻ ഈ രൂപത്തെയല്ല വർണ്ണിക്കുന്നത്. ആ രൂപത്തിനപ്പുറം സർവശക്തനായിരിക്കുന്ന ഒരു പ്രഭുവുണ്ട്, വിഭുവുണ്ട്. അത് ശരീര സങ്കല്പത്തിനപ്പുറമാണ്. അല്ലയോ വിഷ്ണു. വിഷ്ണു എന്ന് പറഞ്ഞാൽ അനന്തശായിയായിരിക്കുന്ന വിഷ്ണു, സർവവ്യാപിയായിരിക്കുന്നവൻ. ഏതൊന്നാണോ ഞാൻ നേരത്തെ പറഞ്ഞത്, ഏതൊരു ദിവ്യരൂപമാണോ ഞാൻ നേരത്തെ സൂര്യസ്പർദ്ധി കിരീടമൂർധതിലകമെന്ന് പറഞ്ഞു, അതുപോലെ തന്നെ കേയൂരാങ്കര കങ്കണോത്തമ മഹാരത്നാങ്കുലിയാങ്കിത എന്ന് പറഞ്ഞും പ്രശംസിച്ചുകൊണ്ടിരുന്നത് ആ രൂപം ഏതൊന്നാണോ അങ്ങയുടെ ആ രൂപം, ബാഹ്യമായ രൂപവും അതുപോലെ തന്നെ സകലത്തിനെയും കടന്ന് വ്യാപിച്ചു നിൽക്കുന്നതുമായ അങ്ങയുടെ സർവവ്യാപിയായിരിക്കുന്ന രൂപവും ത്രൈലോക്യ മഹീയസോപി മഹിതം. ത്രൈലോക്യം, 3 ലോകങ്ങൾ. ഏതൊക്കെയാണ് 3 ലോകങ്ങൾ? നമ്മൾ ഗായത്രി ചൊല്ലുമ്പോൾ 3 ലോകങ്ങളെയും സങ്കല്പിച്ചുകൊണ്ടാണ് ചൊല്ലുന്നത്. ഓം ഭൂർഭുവസ്വഹ. 3 ലോകം എന്ന് പറഞ്ഞാൽ 3 ലോകം എന്നുള്ള സങ്കല്പമല്ല, 7 ലോകങ്ങളെ അവിടെ സങ്കല്പിക്കുന്നു. 7 ലോകങ്ങളല്ല, 14 ലോകങ്ങളെയും സങ്കല്പിക്കുന്നു. ഓം ഭൂഹു, ഓം ഭുവഹ, ഓം സ്വഹ, മഹഹ, ജന, തപഹ, ഓം സത്യം. 3 ലോകങ്ങളെ ചുരുക്കി പറഞ്ഞ ലോകം എന്ന് പറയുമ്പോൾ എല്ലാ ലോകങ്ങളും. 3 ലോകം എന്ന് പറയുമ്പോൾ 3 ലോകവും അതിനപ്പുറമുള്ള ലോകവും, എല്ലാ ലോകവും, സത്യലോകം വരെ വ്യാപിച്ചു കിടക്കുന്ന ലോകം. ഈശ്വരൻ എന്ന് പറയുന്നത്, ബ്രഹ്മം എന്ന് പറയുന്നത് ഈ 3 ലോകങ്ങൾക്കും അപ്പുറമുള്ളതായത് കൊണ്ട് തന്നെ ത്രൈലോക്യ മഹീയസോപി മഹിതം. 3 ലോകങ്ങളിലും ശ്രേഷ്ഠമായതിനെക്കാട്ടിലും ശ്രേഷ്ഠമാണ് ഭഗവാൻ. 3 ലോകങ്ങളിൽ അല്ലെങ്കിൽ 7 ലോകങ്ങളിൽ അല്ല, 14 ലോകങ്ങളിൽ അല്ല, അനന്തമായിരിക്കുന്ന ലോകസീമകൾക്കപ്പുറം നിൽക്കുന്ന ഈ ലോകത്തുള്ള ഏതിനെക്കാട്ടിലും ശ്രേഷ്ഠമാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. കാരണം ഭഗവാൻ എന്ന് പറയുന്നത് ഒരു ഭൗതിക വസ്തു അല്ല എന്നിവിടെ വ്യംഗ്യമായി സൂചിപ്പിക്കുകയാണ്. മനസ്സിലായി എന്ന് തോന്നുന്നു. എന്തുകൊണ്ട് ഭഗവാൻ ശ്രേഷ്ഠമായി? ഈ 3 ലോകത്തും ഭഗവാന് തുല്യമായ ഒന്നില്ല. അതുകൊണ്ടാണല്ലോ ഭഗവാൻ ഭൂമിയിൽ വാമനനായിട്ട് അവതരിച്ചപ്പോൾ 3 ചുവട് കൊണ്ട് 3 ലോകവും കടന്നിട്ട് അവസാന അഹങ്കാരത്തെയും ഇല്ലാതാക്കി കടന്നു. ആ അഹങ്കാരത്തെ ഇല്ലാതാക്കിയപ്പോൾ ഈ 3 ലോകത്തും അപ്പുറം വിരാജിക്കുന്ന വാമനനെ ദർശിക്കുവാൻ മഹാബലിക്ക് കഴിഞ്ഞു. കൈകൾ കൂപ്പി പറഞ്ഞു, അങ്ങയുടെ ഏത് ലോകത്തേക്ക് എന്നെ വിട്ടാലും എനിക്ക് കുഴപ്പമില്ല എന്ന്. 3ാമത്തെ ചുവട് മഹാബലിയുടെ ശിരസിലാണ് വെച്ചത് എന്ന് കഥയിൽ പറയുന്നു. ഞാൻ സർവശക്തനാണെന്നുള്ള തെറ്റായ ധാരണയിൽ ദേവേന്ദ്രനെയും മറ്റു ലോകങ്ങളെയും കീഴടക്കുവാൻ പോയ ആഗ്രഹിച്ച ആ മഹാബലിയെ താൻ എത്രമാത്രം നിസാരനാണ് ഈ അനന്തമായ അപാരതയുടെ മുന്നിലെന്ന് വാമനൻ തെളിയിച്ചു കൊടുത്തു. അങ്ങനെ വാമൻ മഹാബലിയെ പോലും ആധ്യാത്മികമായി ഉയർത്തിക്കൊണ്ടുവന്നു. അതുകൊണ്ട് തന്നെ ത്രൈലോക്യ മഹീയസോപി മഹിതം, അങ്ങയുടെ മഹത്തരമായിട്ടുള്ളതാണ് അങ്ങയുടെ രൂപം എന്ന് പറയുന്നത്. ലോകത്ത് എവിടെ ചെന്ന് അന്വേഷിച്ചാലും ആ ഗുരുവായൂരപ്പന്റെ സൗന്ദര്യത്തിന് തുല്യമായ ഒരു ഭൗതിക വസ്തുവിനെ കാണാൻ സാധ്യമല്ല. ഗുരുവായൂരപ്പനെ എങ്ങനെ എന്തിനോട് ഉപമിക്കണം? സാഗരം സാഗരോപമം എന്നാണ് കവികൾ. സാഗരത്തെ സാഗരത്തിനോട് ഉപമിക്കാൻ പറ്റത്തുള്ളൂ. ഗുരുവായൂരപ്പന്റെ സൗന്ദര്യം ഇന്ന വിധത്തിലാണെന്ന് കമ്പയർ ചെയ്യാൻ, ഉപമിക്കാൻ മറ്റൊരു വസ്തു ഇല്ലാത്തടത്തോളം കാലം ഏതൊരു സുന്ദരമായ വസ്തു കൊണ്ട് അതൊക്കെ ഞാനാണ് എന്നാണ് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്നത്. നക്ഷത്രങ്ങളിൽ ഞാൻ സൂര്യനാണ് എന്ന് പറഞ്ഞപ്പോൾ ആ വിധത്തിലാണ്. ദേവന്മാരിൽ ഞാൻ ദേവേന്ദ്രനാണ്, കൗരവരിൽ ഞാൻ അർജുനനാണ് എന്ന് പറയുന്നത് ഏറ്റവും ശ്രേഷ്ഠമായ എന്തൊക്കെയുണ്ടോ അതൊക്കെ ഭഗവാൻ തന്നെയാണ് എന്ന് സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ഭഗവാന്റെ ഈ മനോഹരമായ രൂപത്തിന് തുല്യമായി
മറ്റൊന്നുമില്ല. ത്രൈലോക്യ മഹീയസോപി മഹിതം മോഹനാത് മോഹനം. ഈ ശ്ലോകം ചിലപ്പോ അടുത്ത ദിവസം കൂടെ എടുക്കേണ്ടി വരും. ഏറ്റവും മോഹനമായിരിക്കുന്ന, മോഹിപ്പിക്കുന്നതായിരിക്കുന്ന, നമ്മളെ ആകർഷിക്കുന്നതായിരിക്കുന്ന വസ്തുക്കളെക്കാളും ഇത് മോഹനമാണ്. കാന്തി നിധാനാത് അപി കാന്തം. കാന്തിക്ക്, സൗന്ദര്യത്തിന്, ആകർഷകതയ്ക്ക് ഇരിപ്പിടമായിരിക്കുന്ന ഒരു വസ്തു, അതാണ് കാന്തി നിധാനം. അതിനെക്കാട്ടിലും കാന്തമാണ്, ആകർഷിക്കുന്നതാണ്. എല്ലാ വസ്തുക്കളും അതിൻ്റെ പഴയ സ്റ്റേജിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു. ഫിസിക്സിലും അത് പറഞ്ഞിട്ടുണ്ട്. എല്ലാം അതിൻ്റെ പഴയ സ്റ്റേജിലേക്ക് പോകാൻ ആഗ്രഹിക്കണം. നമ്മളൊക്കെ ഏതിൽ നിന്നാണോ ഉണ്ടായത്, അല്ലെങ്കിൽ ഏതിൽ നിന്നാണോ ഉണ്ടായതായി തോന്നുന്നത് അതിലേക്ക് പോകുവാൻ അറിയാതെ വെമ്പുന്നുണ്ട്. എങ്ങനെ വെമ്പുന്നു? നമുക്ക് ഈ ലൗകിക സുഖങ്ങളിൽ ഒന്നും ആർക്കും തൃപ്തിയില്ല. ഏറ്റവും വലിയ ലൗകികൻ എന്ന് പറയുന്ന ആൾക്ക് പോലും ഭൗതിക സുഖത്തിൽ പൂർണ്ണമായ തൃപ്തിയില്ല. എപ്പോഴാണ് പൂർണ്ണ തൃപ്തി ഉണ്ടാകുക? ഏറ്റവും കാന്തമായിരിക്കുന്ന, ഏറ്റവും മനോഹരമായിരിക്കുന്ന, ഏറ്റവും സുന്ദരമായിരിക്കുന്ന, മൂന്ന് ലോകങ്ങൾക്കും അപ്പുറം നിൽക്കുന്ന ആ ചൈതന്യമായി മാറിയാൽ മാത്രമേ നമുക്കത് സംഭവിക്കൂ. മാധുര്യധുര്യാദപി മധുരം. മാധുര്യത്തിന്റെ ഏറ്റവും മുൻപന്തിയിലുള്ള, അതിനേക്കാൾ മധുരതരമാണ് ഭഗവാന്റെ രൂപമെന്ന് പറയുന്നത്. ആ രൂപത്തിൽ എന്താണ്? ആളുകളൊക്കെ ആരംഭിക്കുന്നു ആ അവസ്ഥയിൽ, ആ ഭഗവാന്റെ അവസ്ഥയിൽ എല്ലാവരും അതിൽ പെട്ടുകിടക്കുക. ചിലരെ ഞാൻ ഭക്തനല്ല, ഈശ്വരനുണ്ടെന്ന് വിശ്വാസമില്ല എന്നൊക്കെ പറഞ്ഞാലും എല്ലാവരും ഈ മനോഹാരിതയ്ക്ക് അപ്പുറം കടന്നു പോവുകയില്ല. കസ്യ, ആശ്ചര്യമാണ്. ആശ്ചര്യമുള്ളതിനേക്കാൾ ത്വദ്രൂപം ആശ്ചര്യതരോപി. ആശ്ചര്യതോപി ആശ്ചര്യം, വളരെ ആശ്ചര്യകരമാണ്. കസ്യ കുതുകം ന പുഷ്ണാതി. അങ്ങയുടെ മനോഹാരിത ആർക്കാണ് കുതുകം പോഷിപ്പിക്കാത്തത്? ആർക്കാണ് അങ്ങനെ? ആർക്കാണ് വിശ്വസൗന്ദര്യമാർന്നിരിക്കുന്ന ചൈതന്യത്തെ നേരിട്ട് കാണുവാൻ, സമാധിയിലൂടെ, ശാന്തതയിലൂടെ, ധ്യാനത്തിലൂടെ അനുഭവിക്കുവാൻ കഴിയാൻ ആഗ്രഹിക്കാത്തത്? അങ്ങ് വിഷ്ണു വിഭു സർവശക്തനാണ്. ആ സർവശക്തി നമ്മളിലേക്ക് ഒലിച്ചിറങ്ങി വരണം. അതിന് ധ്യാനം ആവശ്യമുണ്ട്. അപ്പൊ ഈ ശ്ലോകം ധ്യാനത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് സൂചിപ്പിക്കുന്നതാണ് ഈ ശ്ലോകം. കാരണം ഏറ്റവും ശ്രേഷ്ഠമായതാണ് ആ ബ്രഹ്മതത്വം. ആ ബ്രഹ്മതത്വമാണ് ഗുരുവായൂര് വിളങ്ങി നിൽക്കുന്നത്. ആ ഗുരുവായൂരപ്പനെ കാണുമ്പോൾ ആ പരബ്രഹ്മതത്വത്തെ നമ്മൾ മനസ്സിലാക്കുകയും വേണം എന്ന് ആ ആദ്യത്തെ ശ്ലോകത്തിന്റെ, പ്രഥമ ദശകത്തിലെ ആദ്യത്തെ ശ്ലോകത്തിന്റെ അർത്ഥം തന്നെ സൂചിപ്പിച്ചുകൊണ്ടാണ് ഇവിടെ ഈ മൂന്നാമത്തെ ശ്ലോകവും അവസാനിക്കുന്നത്. അടുത്ത ക്ലാസ്സിൽ ഈ മൂന്നാമത്തെ ശ്ലോകം ഒന്നുകൂടെ എടുക്കാമെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ് നമുക്ക് ഈ ദശകം മുഴുവൻ തീർക്കണം എന്നാണ് വിചാരിക്കുന്നത്. ഇനി എന്തെങ്കിലും യതീന്ദ്രന് പറയാനുണ്ടെങ്കിൽ പറയാം. നമ്മൾ ഇന്ന് രണ്ടാം ദശകത്തിലെ ആദ്യ 3 ശ്ലോകം കണ്ടു. 2 ശ്ലോകങ്ങളാണ് പ്രധാനമായും. മൂന്നാമത്തെ ശ്ലോകം അടുത്ത ആഴ്ച ഒന്നുകൂടെ നമ്മൾ കടന്നു പോകും. ആദ്യ ദശകത്തിൽ നമ്മൾ പരബ്രഹ്മ ദർശനമാണ് നമുക്ക് കിട്ടിയത്. ഭഗവാൻ ഗുരുവായൂരപ്പൻ അരൂപിയായ നിത്യശുദ്ധ ബുദ്ധമുക്തമായ കേവലാനന്ദ സ്വരൂപമാണ് നമ്മൾ കണ്ടു. രണ്ടാം ദശകത്തിൽ നമ്മളിപ്പോൾ ആത്മാരാമനായ ഭഗവാന്റെ സ്വരൂപ ദർശനമാണ് കാണുന്നത്. ആ സുന്ദരമായ രൂപത്തിന്റെ ആപാദചൂട വർണ്ണനയാണ് നമ്മൾ കണ്ടത്. അചഞ്ചലമായ ഭക്തിയിൽ മനസ്സ് മുഴുകുമ്പോൾ എങ്കും നിറഞ്ഞ് നിൽക്കുന്ന ഭഗവാൻ നമുക്ക് ഈ രൂപത്തിൽ പ്രത്യക്ഷമാവും. അതാണ് നമ്മൾ കേട്ടത്. നമ്മുടെ മനോമണ്ഡലത്തിൽ പ്രത്യക്ഷമാകുന്ന ഈ രൂപം അനുഭവമാണ്, അവർണ്ണനീയമാണ്. അത് ആനന്ദം തന്നെയാണ്. അദ്ദേഹം, കാരണം ഭഗവാൻ ആനന്ദം തന്നെയാണ്. ഈ ആനന്ദം കിട്ടുന്നവനും ആനന്ദിയായി തീരുന്നു. എല്ലാവർക്കും ഗുരുവായൂരപ്പന്റെ ഈ അലൗകിക സൗന്ദര്യം ദർശനയോഗ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.